സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ തുടരുകയാണ്. കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് 5 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇടത്തരം മഴ പെയ്യും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MS വീണ ഒപ്പം ചേരുകയാണ്. വീണ, മഴ ഒരല്പം ശമിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മഴ പെയ്തു, ശരി തന്നെ. പക്ഷേ മഴക്കെടുതി രൂക്ഷമായി ബാധിക്കാത്ത ഒരു ജില്ല തിരുവനന്തപുരമാണ് താനും. തിരുവനന്തപുരത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? സർക്കാർ എങ്ങനെ ഏകോപിപ്പിക്കുന്നു? ദുരന്തബാധിത പ്രദേശങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു? കൃഷ്ണരാജ, മഴയുടെ ഒടുവിലത്തെ വിവരങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ നൽകുന്ന അറിയിപ്പ് പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ ഒരു 3 മണിക്കൂർ വരെ 10 മണി വരെ 6 ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. 5 ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. വടക്കോട്ടുള്ള ജില്ലകളാണ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. തിരുവനന്തപുരത്തും മറ്റ് ജില്ലകളിലുമൊക്കെ ഇടത്തരം മഴ ലഭിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ ഈ കാലാവസ്ഥ മാറി മറിയുവാനുള്ളൊരു സാധ്യത കൂടി ഉണ്ടെന്നാണ്. കാരണം 3 മണിക്കൂർ ഉള്ള കാലാവസ്ഥയിലെ വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഴക്കെടുതി അധികമായി ബാധിക്കാത്തൊരു ജില്ലയാണ്. മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നതിൽ ഒഴുകി വെള്ളക്കെട്ട് മാത്രമാണ് താഴ്ന്ന പ്രദേശങ്ങളിലുള്ളത്. പക്ഷേ നഗരപ്രദേശങ്ങളിലായാലും തിരുവനന്തപുരത്ത് സ്വാഭാവികമായി വലിയ തരത്തിൽ മഴ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നുവെങ്കിൽ പോലും മഴ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം, ചെറിയ രീതിയിൽ നേരിയ തോതിൽ മഴ ലഭിക്കുകയാണ് തിരുവനന്തപുരത്തിന്റെ വിവിധ ഇടങ്ങളിൽ. മലയോര പ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അനുഭവപ്പെട്ടെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ മിക്കയിടങ്ങളിലും ശക്തമായിട്ടുള്ള മഴ ലഭിക്കും. പൊതുവായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പൊക്കെ നൽകിയ നിർദ്ദേശം ഈ മഴ, ശക്തമായിട്ടുള്ള കാറ്റ് അനുഭവപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. പൊതുവിൽ മിക്ക ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യം തന്നെ വരും മണിക്കൂറുകളിൽ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി വരുന്നുണ്ട്. വെള്ളക്കെട്ട് ഉള്ളതിനാൽ തന്നെ പ്രദേശങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കണം. അവധി ദിവസങ്ങളാണ്. ഈ ജലാശയങ്ങളിൽ നീന്തുന്നതിനും കുളിക്കുന്നതിനുമായി യുവാക്കൾ അടക്കമുള്ളവർ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കഴിവതും പരമാവധി ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി പറയുന്നുണ്ട്. അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താതെ മുൻപോട്ട് പോകണം എന്നുള്ളൊരു നിർദ്ദേശം കൂടിയുണ്ട്. സർക്കാർ തലത്തിൽ ഈ ഒരു ഏകോപനം നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഏകോപന നടപടികൾ വൈകിയത്, അല്ലെങ്കിൽ ആ മുന്നറിയിപ്പുകൾ കൃത്യസമയത്തേക്ക് എത്തിക്കാതിരുന്നതിലടക്കം വീഴ്ച സംഭവിച്ചു എന്നുള്ള ആക്ഷേപങ്ങൾ കൂടി ശക്തമായ സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ മലയോര പ്രദേശങ്ങളിലേക്കുള്ള സഞ്ചാരം അത് പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീരദേശ സന്ദർശനമൊക്കെ ആ ഒരു സമയത്ത്, അതായത് അവധി ദിവസമാണ് ഞായറാഴ്ച, കുടുംബവും മൊത്ത് അംഗങ്ങളൊക്കെ, ജനങ്ങളൊക്കെ ഈ ബീച്ചുകളിലൊക്കെ പോകുന്ന ഒരു സ്വഭാവമുണ്ട്. അത് പരമാവധി ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാന അധികാരികൾ അല്പസമയങ്ങൾക്കകം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. കൃഷ്ണരാജ്, ശരി. ഒരു ഏകോപനം നടക്കുന്നുണ്ട്. മഴ കുറയുന്നുവെന്ന ആശ്വാസവുമുണ്ട്. വീണയാണ് വിവരങ്ങൾ നൽകിയത്.